ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് മൊബൈൽ ആപ്പ് വഴി എങ്ങനെയാണ് UPI ID വെച്ചുകൊണ്ട് മണി സെൻഡ് ചെയ്യാമെന്നുള്ളതാണ്. ഫെഡറൽ ബാങ്കിൽ ഓൺലൈനായിട്ട് എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നത് എങ്ങനെ, അതുപോലെ QR കോഡ് ഉപയോഗിച്ച് എങ്ങനെ മണി സെൻഡ് ചെയ്യാം, അക്കൗണ്ട് നമ്പറിലേക്ക് എങ്ങനെ മണി സെൻഡ് ചെയ്യാം, അങ്ങനെ തുടങ്ങിയ നിരവധി വീഡിയോകൾ നമ്മുടെ ഈ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് UPI ID മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്ത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫെഡ് മൊബൈൽ ആപ്പ് വഴി നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും മറ്റൊരു അക്കൗണ്ടിലേക്ക് മണി സെൻഡ് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനായി നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക. മണി സെൻഡ് ചെയ്യാനായി ആദ്യം കാണുന്ന സെൻഡ് മണി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പോപ്പ് ഓപ്പനായി വരും. ഇവിടെ നിങ്ങൾക്ക് സെൻഡ് ടു മൊബൈൽ നമ്പർ, സെൻഡ് ടു അക്കൗണ്ട് നമ്പർ, സെൻഡ് ടു സെൽഫ് അക്കൗണ്ട്, സെൻഡ് ടു UPI ID, സെൻഡ് ടു MMID, സെക്യൂർ പേയ്മെൻറ്റ് എന്നിവയിലൂടെയെല്ലാം നിങ്ങൾക്ക് മണി സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് UPI IDയിലൂടെ എങ്ങനെ മണി സെൻഡ് ചെയ്യാമെന്നാണ്. അതിനായി സെൻഡ് ടു UPI ID എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പുതിയൊരു പേജ് ഓപ്പണായി വരും. ഇവിടെ നിങ്ങളുടെ UPI ID കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ UPI ID പുതിയതായി ആഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും താഴെ കാണുന്ന ആഡ് UPI ID എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ എൻ്റർ UPI ID എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പുതിയ UPI ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വലതുവശത്ത് കാണുന്ന വെരിഫൈ എന്നുള്ളൊരു ഭാഗം കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ UPI ID വെരിഫിക്കേഷൻ ചെയ്ത് ആ UPI ID ആരുടെ പേരിലാണെന്നുള്ളത് അവരുടെ പേര് ഇവിടെ തെളിഞ്ഞു വന്നിരിക്കുന്നത് കാണാം. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ എത്ര എമൗണ്ടാണ് സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. അതിനുശേഷം താഴെ കാണുന്ന സെൻഡ് മണി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പുതിയൊരു പോപ്പ് ഓപ്പനായി വരും. അതായത് നിങ്ങൾ ആർക്കാണോ പണം അയച്ചു കൊടുക്കുന്നത് അവരുടെ പേര്, അവരുടെ UPI ID, എത്ര എമൗണ്ട്, അതുപോലെ നമ്മുടെ അക്കൗണ്ട് നമ്പർ കമൻറ്റ് ചെയ്തത് അതും കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം എല്ലാം ഓക്കെ ആണെങ്കിൽ താഴെ കാണുന്ന പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ MPIN 4 അക്ക MPIN ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്രാൻസാക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മണി സെൻഡ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ മെസ്സേജാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആ റെസീറ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും അതുപോലെ മൊബൈലിൽ സേവ് ചെയ്ത് വെക്കാനെല്ലാം സാധിക്കുന്നതാണ്. ഹിസ്റ്ററി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത ഹിസ്റ്ററികളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് UPI ID ഉപയോഗിച്ചുകൊണ്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. UPI ID എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ അക്കൗണ്ട് നമ്പറിലേക്ക് മണി എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം, അതുപോലെ തന്നെ ഓൺലൈനായിട്ട് എങ്ങനെ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്നീ തുടങ്ങിയ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.